ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം കർത്തൃപ്രാർത്ഥനയാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. അത് തിരഞ്ഞെടുത്തതിന് പ്രത്യേക കാരണമുണ്ട്. എല്ലാ മേഖലകളിലും അത് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. വെറുമൊരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായ വ്യാപ്തി അതിന് കാണാൻ സാധിച്ചതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും മാതാപിതാക്കളുടെ ഇടയിലൊക്കെ അതിന് വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് ആ വിഷയം തിരഞ്ഞെടുത്തതാണ്. എല്ലാവർക്കും അത് അറിയാവുന്നതുകൊണ്ട്, കർത്തൃപ്രാർത്ഥന അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അതിൽ ഒന്നാമതായി എന്നെ സ്പർശിച്ച ഭാഗം ഇതാണ്: ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന അത്. ദൈവത്തെപ്പറ്റി എല്ലാവർക്കും ഭയമാണ്. മുമ്പ് വളരെയേറെ ഭയമായിരുന്നു, ഇപ്പോഴും ഭയമുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷിക്കുന്ന ആളാണ് എന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും. അന്നന്ന് കണക്ക് തീർക്കുന്ന, ഓരോ കാര്യത്തിനും അപ്പോഴപ്പോൾ കണക്ക് തീർക്കുന്ന, അങ്ങനെയൊക്കെ ഒരു ഭയത്തോടു കൂടിയാണ് ദൈവത്തെ നോക്കിക്കണ്ടിരുന്നത്. യേശു പഠിപ്പിച്ചത് ഒരു അപ്പനെ പോലെ നോക്കി കാണാനാണ്. അതൊരു വലിയൊരു മാറ്റമായിരുന്നു, റെവല്യൂഷനായിരുന്നു. അത് ഒരു വലിയൊരു റെവല്യൂഷൻ. ദൈവത്തെ പറ്റിയുള്ള ചിന്തയിൽ വലിയ ഒരു മാറ്റമായിരുന്നു അത്. അപ്പനെ പോലെ സ്നേഹിക്കുകയും നമ്മളെ കാത്ത് പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൻ നമ്മുടെ വീട്ടിലില്ലെങ്കിലും, അപ്പൻ എവിടെയെങ്കിലും യാത്ര പോയിരിക്കുകയാണെങ്കിലും അപ്പനെക്കുറിച്ച് നമുക്ക് അറിയാം. അപ്പൻ്റെ ചിന്ത എപ്പോഴും മക്കളെക്കുറിച്ചായിരിക്കും. അദ്ദേഹം ജോലിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ചിന്ത എപ്പോഴും ഉണ്ടാവും. അതുപോലെയാണ് ദൈവത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ദൈവം നമ്മുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷനല്ലെങ്കിലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് എപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് യേശു അവതരിപ്പിച്ചത്. അത് ഏറെ അട്രാക്റ്റീവായിട്ടുള്ള ഒന്നാണ്. രണ്ടാമതായിട്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ മനുഷ്യരെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ്. ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത്. ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഇത് ശരിയാണ് എന്ന്. ഒരു അപ്പൻ്റെ മക്കളാണ് എന്ന്. ഇത് വാസ്തവത്തിൽ ഏറ്റവും അധികം മനസ്സിലാക്കിയത് ഒരു ഭാരതത്തിൻ്റെയൊക്കെ അഭിമാനപാത്രമായ ഒരു വ്യക്തിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം ചിക്കാഗോയിൽ പ്രസംഗിച്ചതിനെക്കുറിച്ച്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ 22-26 മറ്റോ മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് അത്ഭുതം സൃഷ്ടിച്ചു. ആ അത്ഭുതത്തിന് മുമ്പ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു അത്ഭുതം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ തുടങ്ങുമ്പോൾ അഭിസംബോധന ചെയ്യുന്നത് മലയാളത്തിലാണെങ്കിലും മാന്യ മഹാജനങ്ങളെ, അല്ലെങ്കിൽ സ്റ്റേജിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കുക. ഇവിടെ സായിപ്പിൻ്റെ നാട്ടിൽ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രസംഗം തുടങ്ങുക. അങ്ങനെ സായിപ്പിൻ്റെ നാട്ടിൽ സ്വാമി വിവേകാനന്ദൻ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ്. എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് ഒരു പരിചയമില്ലാത്ത, ആദ്യമായി കാണുന്ന ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന 10,000-കണക്കിന് വ്യക്തികളിൽ അത്ഭുതമുണ്ടായി എന്നാണ് പറയുന്നത്. യേശു പഠിപ്പിച്ച ആ കാര്യം കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഭാരതീയ തനയൻ ആണ് സ്വാമി വിവേകാനന്ദൻ. എനിക്കത് വളരെയേറെ എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ്.
മൂന്നാമതായിട്ട് യേശു പഠിപ്പിച്ചത് ഇങ്ങനെയല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. ഞങ്ങളുടെ എന്നാണ്. അപ്പോൾ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ എന്നുള്ള വാക്ക് കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം എന്നാണ്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ടെന്നൊന്നും പറഞ്ഞില്ല. യേശു തന്നെ അതിന് മാതൃക കാണിച്ചിട്ടുണ്ടല്ലോ. രാത്രിയുടെ യാമങ്ങളിൽ യേശു മലയിൽ പോയി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതൊക്കെ, അതുപോലെ മരിക്കുന്നതിൻ്റെ തലേ ദിവസമൊക്കെ പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചത്. 3 പേരെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുത്തി. അപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ കഴിയുമ്പോഴൊക്കെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. കൂട്ടായ്മയ്ക്ക് യേശു ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവുകൾ ഞാൻ ഹാജരാക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. ഒരുപാട് പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാണ്, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എത്ര പ്രാവശ്യം ആ ഒരു വാചകത്തിൽ ഞങ്ങളുടെ എന്നുള്ള വാക്ക് തിരികെ കയറ്റി എന്ന് തന്നെ ഞാൻ പറയാം. എത്ര പ്രാവശ്യം ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. 8 പ്രാവശ്യമുണ്ട്. ഒരൊറ്റ വാചകത്തിൽ, ഒറ്റ പ്രാർത്ഥനയിൽ 8 പ്രാവശ്യം ഞങ്ങളുടെ എന്നുള്ള ആ വാക്ക് അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ വ്യക്തിത്വം പഠിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, യേശു ഒരു മിതഭാഷിയാണ്. ആവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. അങ്ങനെ മിതഭാഷിയായ യേശു ഒരൊറ്റ പ്രാർത്ഥനയിൽ 8 പ്രാവശ്യം ഞങ്ങളുടെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യേശു കൂട്ടായ്മയ്ക്ക് അത്ര ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല, യേശു കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന് വേറെയും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കുർബാന സ്ഥാപിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അപ്പം ആണ് എടുത്തത്. അപ്പം എടുത്തിട്ടാണ് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ വീഞ്ഞ് എടുത്തിട്ടാണ് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞത്. ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ചു, അപ്പത്തിന് പകരം ആപ്പിൾ എടുത്താൽ മതിയായിരുന്നില്ലേ, വീഞ്ഞിന് പകരം വെള്ളം എടുത്താൽ മതിയായിരുന്നില്ലേ എന്ന്. ഞാൻ കുർബാനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അവിടെ യേശു കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പത്തിനകത്ത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു സിമ്പളുണ്ട്, ഒരു പ്രതീകമുണ്ട്. ഒരുപാട് ഗോതമ്പ് മണികൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ഈ അപ്പം എന്ന് പറയുന്നത്. ഒരുപാട് മുന്തിരി ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് വീഞ്ഞ്. അപ്പോൾ നമ്മൾ കൂട്ടായ്മയിലായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് യേശു ഞങ്ങളുടെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്ന് ഞാൻ പറയും. ഞങ്ങളുടെ സഭ തന്നെ വലിയൊരു കൂട്ടായ്മയാണല്ലോ. സഭ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയോ കർദിനാൾമാരോ അവർ മാത്രമല്ലല്ലോ, അതൊരു കൂട്ടായ്മയാണ്. സഭ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. ആ യേശുവിൻ്റെ ആ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിട്ടാണ് ഈ സഭ ഇതുപോലെ കൂട്ടായ്മയിൽ വളർന്നു വരുന്നത്. 4-മതായിട്ട് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ടാറ്റയ്ക്കും ബിർളയ്ക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ മാഷേ എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ടാറ്റയുടെ പത്താഴത്തിൽ എത്ര കൊല്ലത്തേക്കുള്ളതുണ്ട്, എത്ര ജനറേഷനുള്ള ഭക്ഷണസാധനങ്ങളുണ്ട്, എത്ര കൊല്ലത്തേക്കുള്ള അരിയുണ്ട്. അതുപോലെ എത്രയോ പേരാണ്, ടാറ്റയും ബിർളയും മാത്രമല്ലല്ലോ. അപ്പോൾ അവർക്കൊന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം. അപ്പോൾ എനിക്ക് തമ്പുരാൻ ഉത്തരം തന്നു, ഉണ്ടായിരിക്കാം, പക്ഷേ അത് കഴിക്കാനുള്ള ആ ആരോഗ്യവും ഒക്കെ അത് തമ്പുരാൻ തരേണ്ടതല്ലേ. അതുകൊണ്ട് ടാറ്റ ആയാലും ബിർള ആയാലും ആരായാലും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി, അയാളുടെ വീട്ടിൽ അലമാരിയിൽ ഭരണികൾ നിറയെ പഞ്ചസാര ഉണ്ടാവാം, പക്ഷേ അവന് കഴിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഉള്ളത് കൊണ്ട് കഴിക്കാൻ പറ്റണമെന്നില്ല. അത്താഴത്തിലുള്ളത് കൊണ്ട് ഞാനിനി പ്രാർത്ഥിക്കേണ്ടെന്നില്ല. അത്താഴത്തിലുള്ളതാണെങ്കിൽ പോലും അത് ഓരോ ദിവസവും കഴിക്കാനായിട്ടുള്ള അനുഗ്രഹം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് യേശു ആഗ്രഹിക്കുന്നത്. ആഹാരം എന്ന് പറയുന്നത് എന്താണ്? അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം തന്നെയല്ല. എല്ലാവരെയും ഉദ്ദേശിച്ച് ഭക്ഷണം, ശരീരത്തിന് വേണ്ട ഭക്ഷണം എന്ന് നമുക്ക് പറയാം. ശരീരത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം അതിൽ പെടുന്നു. അന്നന്ന് വേണ്ടുന്ന ആഹാരം, സമ്പൂർണ്ണ ആഹാരം, അത് കിട്ടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് എല്ലാവർക്കും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞത്. എനിക്ക് മാത്രം സമ്പൂർണ്ണ ആഹാരം കിട്ടട്ടെ എല്ലാ ദിവസവും, മറ്റുള്ളവർക്ക് അല്ല. അങ്ങനെയല്ല. സമ്പൂർണ്ണാഹാരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് തന്നെയാണ്. ഇനി ഈ ആഹാരം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ മാത്രം ആഹാരമല്ല, മനസ്സിൻ്റെ ആഹാരം, ആത്മാവിൻ്റെ ആഹാരം. ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും ചേർന്നതാണല്ലോ ഒരു മനുഷ്യൻ. ആ മൂന്ന് കാര്യം. ബുദ്ധിയുടെ ആഹാരം, മനുഷ്യന് ബുദ്ധിശക്തിയുണ്ട്, മനസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബുദ്ധിശക്തിയുടെ ഒരു ഭാഗമാണ്, ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് മനസ്സ്. രണ്ടായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ വിഭാഗങ്ങൾക്കൊക്കെ ആഹാരം വേണം. മനസ്സിന് ആഹാരം വേണം. മനസ്സിന് എന്താ ആഹാരം? നല്ല നല്ല ആശയങ്ങൾ, എന്നും നല്ല നല്ല ആശയങ്ങൾ കിട്ടണം, മനസ്സിൻ്റെ ആഹാരം. ആത്മാവിൻ്റെ ആഹാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടതെല്ലാം ആഹാരമായിട്ട് കണക്കാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളില്ലേ, അതൊക്കെ നമ്മുടെ ആഹാരമാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം, ഇതൊക്കെ നമ്മുടെ ആഹാരമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അതല്ലാതെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ കോഴിയിറച്ചിയും ബിരിയാണിയും ഇതൊക്കെ കിട്ടണമെന്ന് മാത്രം, അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. കാരണം 40 ദിവസം ഭക്ഷണം കഴിക്കാതെ യേശു കഴിച്ചു കൂട്ടിയില്ലേ? എത്ര പേരാണ് 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇപ്പോഴും ഫാസ്റ്റ് ചെയ്യുന്നവർ? എനിക്കറിയാം. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റ് ചെയ്യുന്ന സഹോദരന്മാരെ എനിക്കറിയാം. അപ്പോൾ ഒരു ദിവസം ഒന്നൊരു ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അപകടമൊന്നും വരില്ല, മരിച്ചു പോവില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകും. പരിശുദ്ധാത്മാവ് ഒരു ദിവസം നമ്മളിൽ ഇല്ലാതെ പോയാൽ നമുക്ക് വേണ്ടതായ സാന്ത്വനങ്ങൾ ഒന്നും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൻ്റെ ആഹാരത്തിന് വേണ്ടി, നല്ല നല്ല അറിവ് കിട്ടാനായിട്ട്, നല്ല നല്ല ആശയങ്ങൾ കിട്ടാനായിട്ട്, ആത്മാവിൻ്റെ ആഹാരത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ബുദ്ധിക്കും കൂടി വേണ്ടി, നല്ല ബുദ്ധിശക്തി കിട്ടാൻ വേണ്ടി, അധ്യാപകനായാലും, വിദ്യാർത്ഥിയും അധ്യാപകനും മാത്രമല്ല, എല്ലാവരും ബുദ്ധിശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ആഹാരമാണ്. ബുദ്ധിശക്തി വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ, അതൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം സ്കൂളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഇന്ന് സ്കൂളില്ല, സമരമാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് നിങ്ങളുടെ ബുദ്ധിക്ക് കൊടുക്കാനായിട്ട് ഒന്നും കഴിഞ്ഞില്ല, അതിന് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ നിന്ന് ഫീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 2-3 കൂട്ടുകാർ കൂടി ചേർന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഓർക്കുന്നു, ഒരു കാലത്ത് അധ്യാപകരുടെ സമരം ഉണ്ടായിരുന്നു. കാലഘട്ടത്തിൽ കോളേജില്ലാതായിരുന്നപ്പോൾ കുട്ടികൾ 8-10 പേര് ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി അവരവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അവർ 8 പേർക്കും IIT കിട്ടിയെന്ന്. അവർ കൂടെ ഇരുന്ന് അവരവരുടെ ബുദ്ധിക്ക് ആഹാരം തന്നെത്താൻ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ബുദ്ധിയുടെ ആഹാരം, മനസ്സിൻ്റെ ആഹാരം,
ആത്മാവിൻ്റെ ആഹാരം, ശരീരത്തിൻ്റെ ആഹാരവും. അത് ഏറ്റവും അവസാനം വരുന്നതാണ് എന്ന് ഞാൻ പറയും. ആറാമതായിട്ട് റിലേഷൻസാണ്. റിലേഷൻസിന് വേണ്ടി, ബന്ധങ്ങളെക്കുറിച്ച് അവിടെ ഒരു സൂചനയുണ്ട്. ഈ പ്രാർത്ഥനയിൽ ബന്ധങ്ങളെപ്പറ്റി സൂചനയുണ്ട്. ബന്ധങ്ങളെപ്പറ്റി സൂചന എന്നാ, ഇന്ന് എനിക്ക് വേണ്ട ആഹാരം, അതേപ്പറ്റി ഇന്ന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട അപ്പം, അതിനെപ്പറ്റി നമുക്ക് ആ അപ്പം അത് ഞാനുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഞാനുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഏറ്റവും നന്നായിരിക്കണം എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിലുള്ളത്. ഞാനുമായിട്ടുള്ള ബന്ധം, എൻ്റെ ശരീരവുമായിട്ട്, എൻ്റെ മനസ്സുമായിട്ട്, എൻ്റെ ആത്മാവുമായിട്ട്, എൻ്റെ ബുദ്ധിയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ വ്യക്തിപരമായ ബന്ധം അത് പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്. എത്രയോ പേരാണ് വ്യക്തിപരമായ ബന്ധം, ആ വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. റോട്ടിലൂടെയൊക്കെ നടക്കുന്ന ഭ്രാന്തന്മാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള അവബോധം ഇല്ല. അപ്പോൾ എന്നെക്കുറിച്ച് പൂർണ്ണമായ ഒരു അവബോധം ഉണ്ടാകുക, അതാണ് ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധം. അതിനു വേണ്ടി, ആ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പം ഇന്നേക്ക് വേണ്ടതാണ്, അപ്പം എനിക്ക് വേണ്ടതാണ്. രണ്ടാമത്തേത്, തെറ്റുകൾ ചെയ്തത് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കണ കാര്യത്തെക്കുറിച്ച് ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരോടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് നമ്മളുമായിട്ടുള്ള, അപ്പം എന്ന് പറയുന്നത് നമ്മളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആ ബന്ധം എങ്ങനെയുള്ളതായിരിക്കണം? ക്ഷമയുടെ ബന്ധമായിരിക്കണം. മറ്റുള്ളവർ നമ്മളോട് പലപ്പോഴും പല വിധത്തിലുള്ള ദുഷ്ടതകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവഗണനയുണ്ടാവാം, ചിലപ്പോൾ ദ്രോഹം ഉണ്ടാവാം. ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധങ്ങളാണ് മറ്റുള്ളവരോട് ഉണ്ടാവുന്നത്. അത് മുഴുവൻ ക്ഷമിക്കാനായിട്ട്, ആ ബന്ധങ്ങളെല്ലാം കുറ്റമറ്റതാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ബന്ധം, ലീഡ് us not into temptation, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന. പ്രലോഭനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്. പാപം ചെയ്യുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ 3 തരം ബന്ധങ്ങളെ പറ്റി അവിടെ സൂചിപ്പിക്കുന്നു. 1 എന്നെ പറ്റിയുള്ള ബന്ധം, എന്നോടുള്ള ബന്ധം. 2 മറ്റുള്ളവരോടുള്ള ബന്ധം. 3 ദൈവത്തോടുള്ള ബന്ധം. ആ ദൈവത്തോടുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രലോഭനങ്ങളിൽ ചെന്ന് പെടുമ്പോഴാണ്. പ്രലോഭനങ്ങൾ ദൈവം തരുന്നതല്ല. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്, ദൈവമാണോ നമ്മളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് എന്ന്. അങ്ങനെ പെട്ടെന്നൊരു ചിന്ത വരികയാണ്. അപ്പോൾ തന്നെ ഓർമ്മ വരും, അല്ല, ദൈവമല്ല പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്, പിശാചാണ് നമ്മളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ദൈവം നമുക്ക് ചുറ്റും കോട്ട കെട്ടി ആ പ്രലോഭനത്തിൽ നിന്ന് നമ്മളെ ദൈവഭക്തരുടെ ചുറ്റും ദൈവം കോട്ട കെട്ടുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ചുറ്റും നീ കോട്ട കെട്ടി പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നീയുമായി ഞാൻ ബന്ധം വിടർത്താൻ ഇടവരാതിരിക്കാൻ വേണ്ടി പ്രലോഭനങ്ങളുടെ പ്രഹരങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണേ, എന്നെ സംരക്ഷിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാണ്ട് ദൈവം പ്രലോഭനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് തരരുത്, അങ്ങനെയല്ല. ദൈവമല്ല പ്രലോഭനങ്ങൾ തരുന്നത്. അവസാനമായിട്ട് 3 കാലങ്ങളെക്കുറിച്ച് അത് പറയുന്നുണ്ട്. 3 കാലങ്ങളെക്കുറിച്ച്. 3 കാലങ്ങളെന്ന് പറഞ്ഞാൽ വർത്തമാനം, ഭൂതം, ഭാവി. ഈ 3 കാലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതേതാണ് ആ വാക്കുകൾ? നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് പ്രസൻറ്റ്.
ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അതായത് ഈ നിമിഷത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ആ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് എന്നുള്ള അവബോധം നമുക്കുണ്ടാവണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്, അതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച ഞാൻ വിഡ്ഢി. തമ്പുരാൻ എന്നെ ഈ വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട്, അനുവദിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നു. ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു ദിവസം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നടന്നു പോകുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ, കാർ ഓടിച്ച് പോകുമ്പോൾ തമ്പുരാൻ നമ്മളെ കാത്ത് രക്ഷിക്കുന്നു ഓരോ നിമിഷവും. ഒരു നിമിഷം പോരെ ഒരു അപകടത്തിൽ പെടാനും ആ ആളില്ലാതാവാനും. അപ്പോൾ ഇന്ന് ഈ നിമിഷം, ദ പ്രസൻറ്റ്, അത് ഏറ്റവും അനുഗ്രഹീതമാകാൻ, ദൈവാനുഗ്രഹം കൊണ്ട് നിറയാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് ഇന്ന് എന്നുള്ള ആ വാക്ക്. രണ്ടാമത്തെ കാലം കഴിഞ്ഞു പോയ കാലമാണ്. തെറ്റുകൾ ക്ഷമിക്കണമെന്നേ. തെറ്റുകളൊക്കെ ഭൂതകാലത്തെയാണ്. ആ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. കുമ്പസാരിച്ചു കഴിഞ്ഞു, എന്നാലും എനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കണം. അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച്, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധമുണ്ടാവണം എന്ന് ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനിയും ഭാവി കാലത്തെക്കുറിച്ച് കൂടി അത് ഓർമ്മിപ്പിക്കുന്നു. അത് എങ്ങനെയാണ് ഭാവി കാലത്തെക്കുറിച്ച്? ലീഡസ് നോട്ട് ഇൻ ടു ടെംപ്റ്റേഷൻ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. പ്രലോഭനങ്ങൾ വരുമ്പോഴാണ് ഞാൻ പാപം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭാവിയിലാണ് പ്രലോഭനങ്ങൾ കിടക്കുന്നത്, ഭാവിയിൽ ആണ് പ്രലോഭനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഭാവിയെക്കുറിച്ച് എപ്പോഴും നമുക്ക് തമ്പുരാൻ്റെ കൃപയോട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ എവിടേക്ക് പോകുന്നുവോ അവിടെ എന്നെ കാത്തു രക്ഷിക്കണം. ഞാനിപ്പോൾ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് പോവുകയാണ്. ആ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്, പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പോകുന്നേ ഉള്ളൂ, പോയിട്ടില്ല. അവിടെ ചെന്നിട്ട് അത് പ്രസൻറ്റ്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് അത് ഭാവി ആണ്. ആ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, വർത്തമാനകാലം അനുഗ്രഹിക്കപ്പെടട്ടെ. കഴിഞ്ഞു പോയ കാലം അത് തെറ്റുകൾ പൊറുക്കപ്പെടട്ടെ. വരാനിരിക്കുന്ന കാലം അത് തെറ്റുകളൊന്നും വരാതിരിക്കട്ടെ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ ബന്ധങ്ങൾ, അവനവനുമായിട്ടുള്ള ബന്ധം, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ഏതാനും കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.